എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ജൂലൈ 2. ഇന്നത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിലെ ചോദ്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നേരിട്ട് അതിലേക്ക് തന്നെ കടക്കാം. ആദ്യത്തെ ചോദ്യം, കേരളത്തിന്റെ 8ാമത് തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ആരാണ് നിയമിതനായത്? ഉത്തരം എൻ ശശാദ്രിനാഥൻ. കേരളത്തിന്റെ 8ാമത് തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശശാദ്രിനാഥൻ നിയമിതനായിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നിയമനം കുറച്ചൊന്ന് വിവാദമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ നിയമനം ഗവർണർ അംഗീകരിച്ച് ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ്. കേരളത്തിന്റെ 8ാമത് തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശശാദ്രിനാഥൻ നിയമിതനായിരിക്കുകയാണ്. നമ്മുടെ മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? ഷാജഹാൻ ആയിരുന്നു അല്ലെ. അദ്ദേഹത്തിന്റെ കാലാവധി 5 വർഷമാണ് കാലാവധി. അത് കഴിഞ്ഞ മാർച്ചിൽ അവസാനിച്ചു. സ്വാഭാവികമായിട്ടും നമുക്ക് പുതിയൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ വേണം. എൻ ശശാദ്രിനാഥൻ 8ാമത് തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായിരിക്കുകയാണ്. ഇത് പറയുമ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടി പഠിക്കണം. നമ്മുടെ ചീഫ് ഇലക്ടറൽ ഓഫീസർ അല്ലെ, നമ്മുടെ ഇപ്പം പഠിച്ച സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്താണ് പ്രധാന ചുമതല? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, ലോക്കൽ ബോഡിയിലെ ഇലക്ഷൻസ് നേതൃത്വം കൊടുക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ചുമതല. എന്നാൽ നമുക്കൊരു ചീഫ് ഇലക്ടറൽ ഓഫീസർ ഉണ്ട് നമ്മുടെ സംസ്ഥാനത്തിന്. നിയമസഭ, ലോക്സഭയിലൊക്കെയുള്ള സംസ്ഥാനത്തിലെ ഇലക്ഷൻ കൈകാര്യം ചെയ്യുന്നത് ചീഫ് ഇലക്ടറൽ ഓഫീസറാണ്. അതാരാണ്? എ കൗശികനാണ് കേട്ടോ. എ കൗശികനാണ്. ഇലക്ഷൻ വരെ, ഈ നിയമസഭ തെരഞ്ഞെടുപ്പ് വരെ രത്തൻ യു ഗേൽക്കർ ആയിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയുന്ന രത്തൻ യു ഗേൽക്കർ ആയിരുന്നു. പക്ഷെ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിതനായതോടുകൂടി നമുക്ക് പുതിയൊരു ചീഫ് ഇലക്ടറൽ ഓഫീസറെ വേണ്ട ഒരു ആവശ്യം വന്നു. സംസ്ഥാന സർക്കാർ 3 പേരടങ്ങുന്ന ഒരു പേര് കൊടുത്തു. അതിൽ 2 വനിതകളായിരുന്നു. ഒന്ന് വസൂഖി ഉണ്ടായിരുന്നു, മറ്റതുപോലെ തന്നെ ടി വി അനുപമ, മറ്റൊരാളായിരുന്നു എ കൗശികൻ. അതിൽ കേന്ദ്ര സർക്കാർ എ കൗശികന്റെ പേരാണ് തിരിച്ചയച്ചത്. എ കൗശികൻ ചീഫ് ഇലക്ടറൽ ഓഫീസറായി മാറിയിരിക്കുകയാണ് കേരളത്തിന്റെ അല്ലെ. അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്താണ്? യെസ്, നമ്മുടെ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഒരു പുതിയ ഉപമേധാവി വന്നിരിക്കുകയാണ് അല്ലെ. എയർ മാർഷൽ അശുതോഷ് ദീക്ഷിത്. ഇന്ത്യൻ വ്യോമസേനയുടെ പുതിയ ഉപമേധാവിയായിട്ട് എയർ മാർഷൽ അശുതോഷ് ദീക്ഷിത് വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ദക്ഷിണ മേഖലയുടെ കമാൻഡന്റ് മേധാവിയായിട്ട് ആരാണ് വന്നിരിക്കുന്നത്? ദക്ഷിണ മേഖലയുടെ കമാൻഡന്റ് മേധാവിയായിട്ട് എയർ മാർഷൽ ജയ്സൂർ സിംഗ് മാൻ വന്നിരിക്കുകയാണ് അല്ലെ. എയർ മാർഷൽ ജയ്സൂർ സിംഗ് മാൻ ആണ് ദക്ഷിണ ഇന്ത്യയുടെ, അതായത് ദക്ഷിണ കമാൻഡന്റ് മേധാവിയായിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ കരസേനയ്ക്കും ഒരു പുതിയ ഉപമേധാവി വന്നിരിക്കുകയാണ്. ഇന്ത്യൻ കരസേനയുടെ പുതിയ ഉപമേധാവിയായി വന്നിരിക്കുന്ന ആരാണ്? ലഫ്റ്റനന്റ് ജനറൽ സന്ദീപ് ജെയിൻ ആണ് അല്ലെ. ലഫ്റ്റനന്റ് ജനറൽ സന്ദീപ് ജെയിൻ ഇന്ത്യൻ കരസേനയുടെ പുതിയ ഉപമേധാവി വന്നിരിക്കുകയാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്താണ്? നമ്മുടെ കളരിപ്പയറ്റ് ഔദ്യോഗികമായി പാഠ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ സർവകലാശാലയുടെ ആദ്യത്തെ സർവകലാശാലയായിട്ട് കേരളത്തിലെ കണ്ണൂർ സർവകലാശാല മാറിയിരിക്കുകയാണ്. കേരളത്തിൽ ആദ്യമായിട്ട് കളരിപ്പയറ്റ് പാഠ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ സർവകലാശാല കണ്ണൂർ സർവകലാശാലയാണ്. കണ്ണൂർ സർവകലാശാലയെ പറ്റി പറയുമ്പോൾ എന്തൊക്കെ പറയണം? കണ്ണൂർ സർവകലാശാല എന്നാണ് നിലവിൽ വന്നത്? 1996 അല്ലെ. കണ്ണൂർ സർവകലാശാല നിലവിൽ വന്നത് 1996. പിന്നെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്താണ്? നമ്മുടെ VBG റാംജി പദ്ധതി, നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയൊരു പേരാണ്. കുറെ പരിഷ്കാരങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുള്ള VBG റാംജി പദ്ധതി പ്രകാരം കേരളത്തിൽ ഒരു ദിവസത്തെ കൂലി എത്രയാണെന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അല്ലെ. 401 രൂപയാണ്. 401 രൂപയാണ് VBG റാംജി പദ്ധതി പ്രകാരം കേരളത്തിൽ ഒരു ദിവസത്തെ കൂലി 401 രൂപയാണ് അല്ലെ. അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്താണ്? നമ്മുടെ ഗ്രാമസഭ, നമ്മുടെ എല്ലാ വാർഡ് തലങ്ങളിലും നടക്കുന്ന ഗ്രാമസഭ, ആ രാജ്യത്ത് തന്നെ ഗ്രാമസഭയിൽ ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള സംസ്ഥാനമായി നമ്മുടെ കേരളം മാറിയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ രാജ്യത്ത് തന്നെ ഗ്രാമസഭകൾ ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള സംസ്ഥാനമായി നമ്മുടെ കേരളം മാറിയിരിക്കുകയാണ്. പിന്നെ അടുത്തൊരു ചോദ്യം എന്താ? നമ്മുടെ എൻ രാമചന്ദ്രൻ ഫൗണ്ടേഷൻ പുരസ്കാരം നമ്മുടെ മുൻ ISRO ചെയർമാൻ എസ് സോമനാഥ് അർഹനായിരിക്കുകയാണ്. എൻ രാമചന്ദ്രൻ ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് മുൻ ISRO ചെയർമാൻ എസ് സോമനാഥ് ആണ്. വേറൊരു ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ കിലിയാൻ എംബാപ്പയുമായി ബന്ധപ്പെട്ട് നോക്കൌട്ട് മത്സരങ്ങളിൽ ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമായിട്ട് കിലിയാൻ എംബാപ്പെ വന്നിരിക്കുകയാണ് ഫ്രാൻസിന്റെ അല്ലെ. ശ്രദ്ധിക്കണം, നോക്കൌട്ട് മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമായി കിലിയാൻ എംബാപ്പെ വന്നിരിക്കുകയാണ്. ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമാരാണ്? അതിപ്പോ ലിയോണൽ മെസ്സിയാണ്, 19 ഗോള്. തൊട്ട് പുറകെ 18 ഗോളുമായിട്ട് എംബാപ്പെ ഉണ്ട്. അത് നോക്കൌട്ട് മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയത് എംബാപ്പയാണ്. ഈ 2 ചോദ്യത്തിന്റെ ഉത്തരവും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇനിയും മത്സരങ്ങൾ വരികയാണ്. ഈ ലോകകപ്പ് പ്രധാനപ്പെട്ട മത്സരങ്ങൾ വരികയാണ്. അപ്പൊ ഈ ചോദ്യം എപ്പോഴും ഒന്ന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. നോക്കൌട്ട് മത്സരങ്ങളിൽ ലോകകപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഗോളുകൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ നോക്കൌട്ട് മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗോൾ കിലിയാൻ എംബാപ്പയാണ്. ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ ഇപ്പൊ നേടിയിട്ടുള്ളത് ലിയോണൽ മെസ്സിയാണ്, 19 ഗോള്. ഇതൊക്കെയാണ് എന്റെ ഓർമ്മയിൽ പെട്ടെന്ന് വരുന്ന ഇന്നത്തെ പ്രധാനപ്പെട്ട
കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ. ഓക്കെ, വീണ്ടും ഒരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. താങ്ക്